ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിനെതിരെ CITU വടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര പാസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് CITU സംസ്ഥാന കമ്മിറ്റി അംഗം PK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ് JT റോഡ് വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അമിതമായ വിലവർദ്ധനവിനെതിരെ CITU സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം CITU വടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര പാസ്പോർട്ട് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് CITU സംസ്ഥാന കമ്മിറ്റി അംഗം PK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തിന്റെ ഭാഗമായി വലിയ സാമ്പത്തിക പ്രതിസന്ധി രാജ്യത്തിനുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ക്രൂഡ് ഓയിൽ വില പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ വലിയ തോതിൽ വർദ്ധിക്കും എന്നുള്ള കാര്യം അറിയാത്തവരല്ല നമ്മുടെ ഭരണാധികാരികൾ. ഇറാന്റെ മേൽ ഇസ്രായേലിന്റെ ഉപദേശത്തോടുകൂടി അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമണം നടത്തുമ്പോൾ ഈ ലോകത്തിൽ ഇന്ധന പ്രതിസന്ധി ഉണ്ടാകുമെന്നറിയാം. ഈ ആക്രമണം നടത്തുന്നതിന്റെ തൊട്ടുതലയാഴ്ച ഇസ്രായേൽ സന്ദർശിച്ച നമ്മുടെ പ്രധാനമന്ത്രിക്ക് അതെന്തേ അറിയാതെ പോയി? രാജ്യത്ത് റഷ്യ-ഉക്രൈൻ യുദ്ധം വന്ന സാഹചര്യത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന തരത്തിൽ റഷ്യയിൽ നിന്ന് ഇന്ധനം ഇറക്കുമതി ചെയ്യാനുള്ള ഒരു സാധ്യത നിലനിന്ന സമയത്ത് അമേരിക്കൻ വിധേയത്വത്തിന്റെ പേരിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി കുറച്ച ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങളോടല്ല ഇന്ത്യൻ ഭരണകൂടത്തിന്റെ പ്രതിപത്തി, മറിച്ച് സാമ്രാജ്യത്വത്തോടാണ് വിധേയത്വം എന്നുള്ളത് നമുക്ക് കാണാം. ഈ സാമ്രാജ്യത്വ വിധേയത്വം ഇന്ന് കണ്ടതല്ല. നമ്മൾ മോദി സർക്കാരിന്റെയും അതിന് പിന്തുണ നൽകുന്ന RSSന്റെയും സാമ്രാജ്യത്വ വിധേയത്വത്തെ പറ്റി നമുക്ക് നന്നായി അറിയാം. വേണു കക്കട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം CC രതീഷ് അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു. VK വിനു സ്വാഗതവും PM വിനോദൻ നന്ദിയും പറഞ്ഞു. A കുഞ്ഞിരാമൻ, AK ബാലൻ, TP രാജൻ, VM രാജൻ, A ബിന്ദു തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.